ഹായ് ഫുട്ബോൾ പ്ലേയേഴ്സിന് ACL ഇഞ്ചുറി വന്നാൽ പലപ്പോഴും കോൺഫിഡൻസ് നഷ്ടപ്പെടാറുണ്ട്. കാരണം പേടിയെന്ന് വെച്ചാൽ വീണ്ടും ഈ ACL വലിഞ്ഞ് പൊട്ടുമെന്നുള്ള പേടിയാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ റീഹാബിലിറ്റേറ്റ് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ആദ്യം ചെറിയ എക്സസൈസ് ചെയ്ത് മസിൽ സ്റ്റോണിങ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വരുന്നത് ബാലൻസും പ്രോപ്രിയോസെപ്ഷനാണ്. ബാലൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് മെഡിസിൻ ബാൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. അബ്ദുള്ള ആ മെഡിസിൻ ബാൾ ഉപയോഗിച്ച് സിമ്പിളായിട്ടുള്ള ബാലൻസ് എക്സസൈസ് ഇഷ്ടംപോലെ എക്സസൈസുകളുണ്ട്. ഞാൻ ഒരു എക്സസൈസ് കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ രണ്ട് ലെഗിന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഇതേ സെയിം മെഡിസിൻ ബാൾ ഉപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ജമ്പിങ് ടു ദ സൈഡ്. ബാലൻസ് ഉണ്ടോ, ജോയിൻറ്റ് ബാലൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ മെഡിസിൻ ബോൾ പിടിക്കുന്നു, കറക്റ്റായിട്ട് കാലിൽ ലാൻഡ് ചെയ്യുന്നു. ബാൻഡ് ഉപയോഗിക്കാം. ടേക്ക് ദ ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ ക്വാഡ്രിസെപ്സ് വെച്ചിട്ട് ജസ്റ്റ് മൂവ് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ജസ്റ്റ് മൂവിങ് സ്ട്രൈറ്റ് കമാൺ. വെരി ഗുഡ്. ഇങ്ങനെയുള്ള എക്സസൈസ് സിമ്പിളായിട്ട് അങ്ങോട്ട് സൈഡ് നമ്മൾ എന്ത് ഗെയിമാണോ കളിക്കുന്നത് ആ ഗെയിമിൻ്റെ സെയിം സിമിലർ ഗെയിം പാറ്റേൺസ് മൂവ് ചെയ്ത് ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ്. ACL ഒരു ടിയറും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ ടിയർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലെയേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ബാലൻസ്, പ്രോപ്രിയോസെപ്ഷൻ, ഐഡൻറ്റിറ്റിക്കൽ മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റ് ചെയ്തില്ലേ ഒരിക്കലും പ്ലെയേഴ്സ് സൈക്കോളജിക്കൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തില്ല. പലപ്പോഴും പ്ലെയേഴ്സിനെ പേടി ഈ ACL പൊട്ടിപ്പോകുന്നതാണ്. ഈ സൈക്കോളജിക്കൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് ഫുട്ബോൾ സ്പെസിഫിക് എക്സസൈസ് ചെയ്താൽ മാത്രമേ തീർച്ചയായിട്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമുള്ളൂ. അപ്പോൾ എല്ലാ പ്ലെയേഴ്സും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാം. എന്നാലേ നമുക്ക് ACL ഇഞ്ചുറി റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ബൈ.